കാറ്റത്ത് കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിന്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ സുഭാഷും അനിയന്മാരും നിധിയും രാത്രി ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് സുഭാഷിന്റെ മൊബൈലിലേക്ക് സുനന്ദയുടെ കോൾ വരുന്നത്. മൊബൈൽ എടുത്തു നോക്കിയ സുധീഷും സുനന്ദയാണല്ലോ, ഇവളെന്തിനാ എപ്പോഴും സുഭാഷേട്ടന്റെ മൊബൈലിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കെ അറിയില്ലടാ എന്ന് സുഭാഷേട്ടനും പറയുകയോ. അത് കേൾക്കെ സുധീഷും സംശയത്തോടെ ഞങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ടാണോ സംസാരിക്കാതിരിക്കുന്നത്? ഞങ്ങളില്ലാത്തപ്പോ സംസാരിക്കാറുണ്ടല്ലേ എന്ന് ചോദിക്കേ. ഏയ്, ഞാൻ അവളോട് സംസാരിക്കാറൊന്നുമില്ല. സത്യമായിട്ടും അവൾ എന്തിനാ ഇങ്ങനെ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ കോൾ എടുക്കാതിരുന്നാലും അവളിങ്ങനെ തുടരെ വിളിച്ചുകൊണ്ടേയിരിക്കും എന്ന് സുഭാഷ് പറയേ. അവൾ കല്യാണം കഴിഞ്ഞു പോയതല്ലേ, വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ഹരീഷും ദേഷ്യത്തോടെ ചോദിക്കുകയാ. അതാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് സുഭാഷ് പറയേ. സുഭാഷ് ഏട്ടന് സുഖമാണോന്നൊക്കെ അറിയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കുമെന്ന് നിധിയും. അതും തെറ്റല്ലേ മോളെ, എന്തിനവൾ എന്നെ വിളിക്കണം? അവളുടെ വീട്ടിലറിഞ്ഞാൽ തെറ്റിദ്ധരിക്കില്ലേ എന്ന് സുഭാഷും ചോദിക്കുക. ഫുൾ റിങ് ചെയ്തിട്ടും സുഭാഷ് ഏട്ടൻ കോൾ എടുക്കാത്തതിനെ തുടർന്ന് സുനന്ദ വീണ്ടും അവന്റെ മൊബൈലിലേക്ക് വിളിക്കുക. വീണ്ടും മൊബൈൽ റിങ് ചെയ്യണ കണ്ട് സുഭാഷ് ഏട്ടാ വീഡിയോ കോൾ ആണല്ലോ എന്ന് പറയേ. വീഡിയോ കോളോ എന്ന് അമ്പരപ്പോടെ സുഭാഷ് ഏട്ടനും. എന്താണ് ഈ നടക്കുന്നതെന്ന് ഹരീഷ് നികേഷിനോടായി ചോദിക്കേ. എനിക്കൊന്നും അറിയില്ല ഹരീഷ് ഏട്ടാ എന്ന് നികേഷും. ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചോട്ടെ എന്ന് നിധി ചോദിക്കേ. സുധീഷും അത് സമ്മതിച്ചേ. ശരി നിധി കോൾ എടുക്ക. എടുത്ത് എന്താ കാര്യമെന്ന് ചോദിക്കുന്ന സുധീഷ് പറയേ. നിധിയും ആ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യുക. വീഡിയോ കോളിൽ നിധിയെ കണ്ട് ഹായ് നിധി, എങ്ങനെ ഇരിക്കുന്നു? സുഭാഷ് ഏട്ടൻ അവിടെ ഇല്ലേ എന്ന് സുനന്ദ ചോദിക്കുക. ഞാൻ സുഖമായിരിക്കുന്നുവെന്ന് നിധി പറയേ. സുഭാഷ് ഏട്ടൻ ഇല്ലേ എന്നവൾ വീണ്ടും ചോദിക്കുന്നുണ്ട്. നിധിയും എന്തു പറയുമെന്നറിയാതെ സുഭാഷ് ഏട്ടനെ ഒരു നിമിഷം ടെൻഷനോടെ നോക്കി. സുഭാഷ് ഏട്ടൻ കുറച്ച് ജോലി തിരക്കിലാണെന്ന് പറയുക. എന്ത് ജോലിയാ ഈ സമയത്ത്? ഞാൻ വിളിക്കുന്നുണ്ടെന്ന് പറ. സുഭാഷ് ഏട്ടനെ വിളിച്ചെന്ന് സുനന്ദ പറയേ. പരിഭ്രമത്തോടെ വേണ്ട എന്ന് സുഭാഷ് പറയുന്നുണ്ടെങ്കിലും അത് മൊബൈലിലൂടെ കേൾക്കുന്ന സുനന്ദയും സുഭാഷ് ഏട്ടന് കൊടുക്കും നിധി എന്ന് പറയേ. ഒരു മിനിറ്റ്, ഇപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ നിധി ആ മൊബൈൽ സുഭാഷ് ഏട്ടന്റെ നേരെ നീട്ടിക്കൊണ്ട് ഇത് സുഭാഷ് ഏട്ടാ സംസാരിക്ക്, വാങ്ങ് പ്ലീസ് എന്ന് പറയേ. സുധീഷ് ആ മൊബൈൽ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി സുഭാഷ് ഏട്ടന്റെ കയ്യിലേക്ക് കൊടുക്കുക. സുഭാഷും എന്തു പറയണമെന്നറിയാതെ പരിഭ്രമത്തോടെ ആ കോൾ വാങ്ങി സുനന്ദ എന്ന് വിളിക്കേ. ഹായ് സുഭാഷ് ഏട്ടാ എന്ന് സുനന്ദയും. ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു, സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കേ. അതെ സുഭാഷ് ഏട്ടാ, എനിക്ക് സുഖം തന്നെയാണ്. സുഭാഷ് ഏട്ടൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് സുനന്ദയും ചോദിക്കുന്നുണ്ട്. ഞാനും സുഖമായിരിക്കുന്നു എന്ന് സുഭാഷ് ഏട്ടൻ പറയേ. എന്താ സുഭാഷ് ഏട്ടാ ഇത്? എത്ര തവണ ഞാൻ വിളിച്ചു, എന്താ എന്റെ കോൾ എടുക്കാതിരുന്നതെന്ന് അവൾ ചോദിക്കേ. അത് ജോലിക്കിടയിൽ താൻ കോൾ എടുക്കാറില്ലെന്ന് സുഭാഷ് ഏട്ടനും. ജോലി കഴിഞ്ഞ് തിരിച്ചു വിളിച്ചൂടായിരുന്നോ സുഭാഷ് ഏട്ടാ എന്ന് സുനന്ദയുടെ ചോദ്യം കേൾക്കേ. ബാക്കിയുള്ളവരെല്ലാം അതിഷ്ടമാകാതെ സുഭാഷ് ഏട്ടനെ തന്നെ നോക്കിയിരിപ്പാ. സുനന്ദയും സന്തോഷത്തോടെ പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടാ, ഞാനും സുഭാഷ് ഏട്ടനെ എന്റെ വീട് കാണിക്കാനും വിളിച്ചത് എന്ന് പറഞ്ഞവൾ അശ്വിന്റെ വീടെല്ലാം മൊബൈലിലൂടെ കാണിച്ചു കൊടുക്കുകയാ. ഇതാണ് സുഭാഷ് ഏട്ടാ ഇവിടുത്തെ ഹോൾ എന്ന് പറഞ്ഞ് ഹോളെല്ലാം ചുറ്റിച്ച് കാണിച്ചുകൊണ്ട് സുഭാഷ് ഏട്ടാ അതാണ് എന്റെ ബെഡ്റൂം എന്ന് പറഞ്ഞ് കാണിക്കാൻ തുടങ്ങുമ്പോഴേക്കും അതൊന്നും വേണ്ട സുനന്ദേ, അത് മതി കാണിച്ചതെന്ന് സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട്. നിൽക്ക് സുഭാഷ് ഏട്ടാ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തോടെ തന്റെ ബെഡ്റൂമിലേക്ക് മൊബൈലുമായി ചെന്ന് അത് കാണിച്ചു കൊടുക്കുക സുഭാഷ് ഏട്ടന്. സുഭാഷും ആകെ ടെൻഷനോടെ അനിയന്മാരെയും നിധിയെയും നോക്കിയിരിക്കെ അവരും അത് ഇഷ്ടമാകാത്ത രീതിയിൽ ആകെ ടെൻഷനോടെ ഇരിപ്പാ. പിന്നീട് അവൾ സന്തോഷത്തോടു കൂടി കിച്ചണും കാണിച്ചു കൊടുത്ത് വീട് എങ്ങനെ ഇരിക്കുന്നു സുഭാഷ് ഏട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. നന്നായിട്ടുണ്ടെന്ന് സുഭാഷ് ഏട്ടൻ പറയേ. സുഭാഷ് ഏട്ടാ, എന്നെ ഇവിടെ എല്ലാവരും നല്ലപോലെ നോക്കുന്നുണ്ട്. അശ്വിനും എന്നോട് എന്തൊരു സ്നേഹമാണെന്നോ, എന്നോട് നന്നായി സംസാരിക്കും. എത്ര ഭംഗിയുള്ള വീടാണെന്ന് സുഭാഷ് ഏട്ടൻ കണ്ടില്ലേ? ഒരു മിനിറ്റ്, ഞാൻ അശ്വിന് കൊടുക്കാമെന്ന് പറഞ്ഞ് സുനന്ദ അശ്വിനെ നീട്ടി വിളിക്കുമ്പോഴേക്കും സുഭാഷും പരിഭ്രമത്തോടെ ആ കോൾ കട്ട് ചെയ്യുകയാ. സുഭാഷ് കോൾ വെച്ച് കഴിയുമ്പോഴേക്കും സുധീഷും ചോദിക്കുന്നുണ്ട് ആ പെണ്ണിന് വട്ടാണോ എന്ന്. അവര് പെട്ടെന്ന് ഡിവോഴ്സ് ആവുമെന്നാ തോന്നുന്നേ എന്ന് നികേഷും. അങ്ങനൊന്നും പറയില്ലേ നികേഷേ എന്ന് പറഞ്ഞ് സുഭാഷ് അവനെ താക്കീത് ചെയ്യേ. പിന്നെന്താ സുഭാഷ് ഏട്ടാ, കല്യാണത്തിന് ശേഷവും ഇങ്ങനെ എക്സ് ലവറോട് സംസാരിക്കുന്നോ എന്ന് സുധീഷ് ദേഷ്യത്തോടെ ചോദിക്കേ. അങ്ങനെയൊന്നുമില്ല, അവൾ അന്ന് ഹസ്ബൻഡിനെ കൂട്ടി വന്നപ്പോൾ സുഭാഷ് ഏട്ടനെ പരിചയപ്പെടുത്തിയതല്ലേ, അതാണ് ഇത്ര കാര്യമായി സംസാരിക്കുന്നതെന്ന് നിധിയും. എന്നിരുന്നാലും ഇങ്ങനെ കോൾ ചെയ്യുന്നതെല്ലാം തെറ്റല്ലേ? വീട് മുഴുവനും ചുറ്റി നടന്ന് കാണിച്ചു തന്നു. നമ്മുടെ നല്ല സമയത്തിനാ അവിടെ ആരുമില്ലാതിരുന്നത്. ആരെങ്കിലും കണ്ടിരുന്നേൽ എന്താ വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമെന്ന് ചോദിക്കുമായിരുന്നില്ലേ എന്നവൻ പറയുമ്പോഴേക്കും സുനന്ദയും ആകെ ടെൻഷനോടെ സുഭാഷ് ഏട്ടന്റെ മൊബൈലിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും മൊബൈൽ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞ അവൾക്ക് ഒരു നല്ല ജീവിതമാ കിട്ടിയത്, അത് സന്തോഷത്തോടെ ജീവിക്കണ്ടേ എന്ന് സുഭാഷ് വീണ്ടും പറയേ. സംസാരിക്കാതെ അങ്ങ് ബ്ലോക്ക് ചെയ്തേക്കെന്ന് നികേഷും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൊബൈലിലേക്ക് ആ നമ്പറിൽ നിന്ന് കോൾ വരികയേ ഇല്ല.
എന്നവൻ പറയേ അതെല്ലാം എന്തിനാടാ ചെയ്യുന്നതെന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക. അത് കേൾക്കെ സംശയത്തോടെ സുധീഷും അപ്പോ എന്തോ ഉണ്ടല്ലോ എന്ന് പറയേ ചുമ്മാതിരിക്കടാ, ഇനിയും ഇതുപോലെ വിളിക്കാൻ തുടങ്ങുകയാണെങ്കിൽ വിളിക്കേണ്ടെന്ന് ഞാൻ തന്നെ പറഞ്ഞോളാം. നിങ്ങൾ കഴിക്കെന്ന് പറഞ്ഞ് സുഭാഷും കഴിക്കാനായി തുടങ്ങുകയാണ്. പിന്നീട് ഉമ്മറത്തെ കട്ടിലിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന അച്ഛനരികിലേക്ക് ഒരു പ്ലേറ്റിൽ ചോറും ഗ്ലാസ്സിൽ വെള്ളവുമായി നിധിയെത്തെ. അദ്ദേഹം പാട്ട് നിർത്തി പരുങ്ങലോടെ നോക്കുമ്പോഴേക്കും ഒന്നും ചോദിക്കാനായി വന്നതല്ല, ഭക്ഷണവുമായി വന്നതാണെന്ന് നിധിയും പറയുന്നുണ്ട്. ചോദിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ലെന്ന് അച്ഛൻ പറയേ ഞാൻ ചോദിക്കുന്നത് അച്ഛന് ഇഷ്ടമല്ലല്ലോ എന്ന് നിധിയും ചോദിക്കുക. ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്നച്ഛൻ ചോദിക്കേ എന്തോ കാര്യമായുണ്ട്, അതാ അച്ഛൻ ഇങ്ങനെ മറയ്ക്കുന്നതെന്ന് നിധിയും. എനിക്ക് ആ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല, അതിനർത്ഥം അതിൽ വേറെന്തെങ്കിലും ഉണ്ടെന്നാണോ? താ എന്ന് പറഞ്ഞ് ആ പ്ലേറ്റ് വാങ്ങിക്കൊണ്ട് അതിലെ സ്പൂൺ എടുത്ത് ഞാനെന്താ സായിപ്പാണോ കഴിക്കാൻ സ്പൂണൊക്കെ തന്നിരിക്കുന്നു എന്ന് ചോദിക്കേ. കൈ പൊള്ളിയതല്ലേ, അതുകൊണ്ടാണെന്ന് നിധിയും പറയുന്നുണ്ട്. ഇതൊരു പൊള്ളലാണോ ഭാസ്കരന്? ഇതിനൊന്നും സ്പൂൺ വെച്ച് കഴിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കൈകൊണ്ട് ഭക്ഷണം വാരി കഴിക്കുമ്പോഴേക്കും നിധി ചെന്ന് ഉമ്മറപ്പടിയിലേക്കിരുന്ന് അച്ഛൻ കഴിക്കുന്നത് നോക്കി ഇരിപ്പാ. അത് കാണുന്ന അച്ഛനും ഇവളെന്താ ഇവിടെ ഇരുന്ന് നോക്കുന്നത്, എന്തോ സംശയത്തോടെ നോക്കുന്നത് പോലെ ഉണ്ടല്ലോ, പെട്ടെന്ന് സ്ഥലം കാലിയാക്കുന്നതാ നല്ലതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോയി കുറച്ച് അപ്പുറത്തേക്ക് മാറിയിരുന്ന് ഭക്ഷണം കഴിക്കാനായി തുടങ്ങുകയാ. അത് കണ്ട് നിധിയും അച്ഛൻ ഇങ്ങോട്ടായി പോകുന്നത്. ഇവിടെ ഇരുന്നാ ഞാൻ എന്തെങ്കിലും ചോദിക്കുമോ എന്ന് കരുതി എസ്കേപ്പ് ആയതാണല്ലേ എന്ന് മനസ്സിൽ പറഞ്ഞവളും മുഖം തിരിച്ചിരിപ്പാ. അപ്പോഴാണ് അങ്ങോട്ടെത്തിയ സുധീഷും അച്ഛൻ ദൂരെ മാറിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണേ. എന്താ നിധി ആ കഥാപാത്രം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കെങ്ങനെ അറിയാനാ എന്ന് നിധി പറയേ. ശരി അത് വിട്, ഇന്ന് ഓഫീസിലെ വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പറ എന്ന് പറയേ. നന്നായിരുന്നു, ഞാൻ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാനുണ്ട്. കോളേജിൽ പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പഠിക്കുന്ന സമയത്ത് നല്ലതുപോലെ പഠിച്ച് ഗോൾഡ് മെഡലെല്ലാം വാങ്ങി. ജോലിയിലും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാ ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എന്നെക്കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. പ്രാക്ടിക്കലായി വർക്ക് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. ഓഫീസിലെത്തി ആദ്യ നാളിലെ താനൊരു സ്റ്റാർ ആണെന്ന് തെളിയിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞില്ലെന്ന് നിധി ടെൻഷനോടെ പറയേ. എന്തു പറ്റി എന്ന് സുധീഷും ചോദിക്കുക. ഗോൾഡ് മെഡലെല്ലാം വാങ്ങിയവൾക്ക് പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യാൻ അറിയില്ലേ എന്ന് ചോദിച്ച് MD വഴക്ക് പറഞ്ഞത് തനിക്ക് ടെൻഷനായെന്ന് നിധി പറയേ. ആരാവൻ? അവന് നിധിയെ വഴക്ക് പറയേണ്ട കാര്യം എന്താ എന്ന് സുധീഷും ദേഷ്യത്തോടെ ചോദിക്കുക. അയ്യോ വഴക്കൊന്നും പറഞ്ഞില്ല, അത് നന്നായില്ലെന്ന് ഒരു കമന്റ് പറഞ്ഞു എന്നവൾ പറയേ. അതുതന്നെയാ ഞാനും പറയുന്നത്, അയാൾക്ക് അങ്ങനെ പറയേണ്ട കാര്യം എന്തായിരുന്നു? ആരാ അങ്ങനെ പറഞ്ഞതെന്ന് പറ എന്ന് സുധീഷ് ചോദിക്കേ. ഞങ്ങളുടെ MDയാ. ആ സമയത്ത് ദിവ്യയുടെ മുന്നിൽ വെച്ച് എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ എനിക്കതൊരു ഇൻസൾട്ടായി തോന്നി. അതിനുശേഷം എന്നോട് കാഷ്വലായിട്ട് തന്നെയാ പെരുമാറിയത്. കുറച്ചു സമയത്തേക്ക് അക്കാര്യം എന്നെ ടെൻഷനാക്കി. ഞാൻ ഇനിയും പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. തിയറിറ്റിക്കലായി നമുക്കറിയാവുന്ന ഒരു വിഷയത്തെ പ്രാക്ടിക്കലായി ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ടാ പോകെ പോകെ എല്ലാം റെഡിയാവുമെന്ന് നിധിയും ആശ്വസിക്കുകയാ. പക്ഷേ സുധീഷ് വീണ്ടും ദേഷ്യത്തോടെ അതിനിങ്ങനെയൊക്കെ പറയാമോ? ഇത് ഫ്രഷ് ആണെന്ന് അയാൾക്കറിയില്ലേ? പുതിയൊരു സ്റ്റാഫിനെ വഴക്ക് പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാൻ നോക്കുന്നു എന്ന് സുധീഷ് ദേഷ്യത്തോടെ ചോദിക്കേ. അത് വിട്ടേക്ക്. ആ സമയത്ത് എനിക്കത് ചെറിയൊരു ടെൻഷൻ ഉണ്ടാക്കി. അതിനുശേഷം അദ്ദേഹം എന്നോട് സാധാരണ സംസാരിക്കുന്നത് പോലെയാ സംസാരിച്ചത്. അതൊന്നും അത്ര വലിയ വിഷയമായി എടുക്കേണ്ടെന്ന് നിധി പറയേ. എന്നാലും അയാൾ നിധിയെ വഴക്കു പറയാൻ പാടുണ്ടോ എന്ന് ദേഷ്യത്തോടെ സുധീഷും ചോദിക്കുക. അവന്റെ ദേഷ്യമെല്ലാം കണ്ട നിധിയും സുധീഷിനോടായി ഹലോ, അത്രയ്ക്ക് സീനാക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനിപ്പോ ഓക്കെയാ, നിങ്ങൾ ചോദിച്ചത് കൊണ്ട് മാത്രമാ പെട്ടെന്ന് ഞാനതങ്ങ് പറഞ്ഞു പോയത് എന്ന് നിധി പറയേ. നിധിക്ക് അത്രയ്ക്ക് ഹേർട്ട് ആയതുകൊണ്ടല്ലേ നിധി അത് തന്നെ ആലോചിച്ച് ടെൻഷനായതെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഹേർട്ട് ആയതുകൊണ്ടൊന്നുമല്ല ഞാൻ ടെൻഷനായത്, ഇനിയും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ എന്താ വേണ്ടതെന്ന് ആലോചിച്ചത്, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ലെന്ന് പറഞ്ഞ് നിധിയും അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാ. എന്റെ പെണ്ണിനെ ഇൻസൾട്ട് ചെയ്യുന്നോടാ, വെച്ചിട്ടുണ്ടാ നിനക്ക് ഞാൻ എന്ന് ദേഷ്യത്തോടെ മനസ്സിൽ പറയുന്നുണ്ട് സുധീഷും. പിന്നീട് രാവിലെ ആവുമ്പോൾ ഓഫീസിൽ പോവാൻ റെഡിയായി തളത്തിലേക്ക് എത്തുന്ന നിധി നികേഷെ പെട്ടെന്ന് വായെന്ന് വിളിച്ചു പറയുകയാ. സുധീഷും ഹരീഷുമെല്ലാം തളത്തിലിരിപ്പുണ്ട്. നിധിക്കുള്ള ലഞ്ച് ബോക്സുമായി അങ്ങോട്ടെത്തുന്ന സുഭാഷേട്ടനും പെണ്ണുങ്ങൾ ഇറങ്ങാനാണല്ലോ ലേറ്റ് ആവുക എന്ന് പറയാ. നിധി പോലും റെഡിയായി ഇറങ്ങി, ഇവൻ ഇപ്പോഴും റെഡി ആയില്ലേ എന്ന് പറയേ. എഴുതി ഇതാ ഞാൻ എത്തി സുഭാഷേട്ടാ, ഞാൻ ഇപ്പൊ വരുമെന്ന് നികേഷും വിളിച്ച് പറയുന്നുണ്ട്. അപ്പോഴാണ് സുധീഷ് താൻ കാറിൽ നിധിയെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നത്. അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് നിധി പറയുന്നത് കേൾക്കെ ഹരീഷും ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. വേറെന്താപ്പോ പറയാ എന്ന ആലോചനയോടെ നിന്ന് സുധീഷും നിധി അയാളോട് ഞാൻ വന്ന് ചോദിക്കണോ എന്ന് സുധീഷ് ചോദിക്കേ. ഏതാളോട് എന്ന് നിധിയും. അയാളോട്, നിധിയെ ഓഫീസിൽ വെച്ച് ആരോ ഇൻസൾട്ട് ചെയ്തെന്ന് പറഞ്ഞ് അയാളോട് ഞാൻ വന്ന് സംസാരിക്കണോ എന്ന് സുധീഷ് ചോദിക്കേ. ഞാനെപ്പോഴാ അത് പറഞ്ഞെന്ന് നിധിയും. ഇന്നലെ രാത്രി പറഞ്ഞില്ലേ എന്ന് സുധീഷ് ചോദിക്കേ.
അദ്ദേഹം എന്നെ ഇൻസൾട്ട് ചെയ്തതല്ല, എനിക്ക് ആ ജോലി അറിയില്ലെന്നാ പറഞ്ഞത്. അപ്പോഴത് കേട്ടപ്പോ എനിക്ക് എന്തോ പോലെ തോന്നി, അതാ ഞാൻ പറഞ്ഞതെന്ന് നിധിയും. അക്കാര്യം തന്നെയാ നിധിയെ ഞാനും പറയുന്നത്. ഞാൻ അയാളോട് വന്ന് സംസാരിക്കണോ എന്ന് സുധീഷ് ചോദിക്കെ, എന്ത് സംസാരിക്കാനാ എന്ന് നിധിയും. അല്ല, നിധിയെ ഇനി അങ്ങനെ ഇൻസൾട്ട് ചെയ്തെന്ന് പറയാം എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കായിരുന്ന ഹരീഷും പൊട്ടിച്ചിരിക്കുക. നിധിയും ദേഷ്യത്തോടെ അവനെ നോക്കിക്കൊണ്ട്, ഞാനെന്താ കൊച്ചുകുട്ടിയാണോ, സ്കൂളിലേക്കാണോ പോകുന്നത്, എന്നെ വഴക്കു പറഞ്ഞതിന് വന്ന് ചോദിക്കാമെന്ന് പറയാൻ എന്ന് ചോദിക്കേ. അല്ല നിധി നല്ല ടെൻഷനോടെയല്ലേ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാമെന്ന് വെച്ചതെന്ന് സുധീഷ്. എനിക്ക് ഒരു ടെൻഷനുമില്ല, ഞാൻ സാധാരണ പറയുന്നത് പോലെ ഒന്നും പറഞ്ഞതാ, ജസ്റ്റ് സുധീഷുമായി ഒന്ന് ഷെയർ ചെയ്തതാ, അത്രയേ ഉള്ളൂ എന്നവൾ പറയുമ്പോഴേക്കും കോളേജിൽ പോകാൻ റെഡിയായി അങ്ങോട്ടെത്തുന്ന നികേഷും എടുത്തി ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, വാ പോകാമെന്ന് നിധി വിളിക്കേ. സുഭാഷും നികേഷിനുള്ള ലഞ്ച് ബോക്സ് കൊണ്ടുവന്നു കൊടുത്ത് അവന്റെ ചിലവുകൾക്കായി കുറച്ച് പോക്കറ്റ് മണിയെല്ലാം കൊടുക്കുക. സുധീഷ് അപ്പോഴേക്കും നിധിയോടായി പറയുന്നുണ്ട്, ഒരുപക്ഷെ ബസ്സിൽ സീറ്റ് ഇല്ലെങ്കിൽ എന്നെ വിളിക്ക്, ഞാൻ വന്ന് ഡ്രോപ്പ് ചെയ്തോളാമെന്ന്. ഇങ്ങനെ ശല്യം ചെയ്യല്ല സുധീഷേ. നികേഷേ വാ പോവാമെന്ന് പറഞ്ഞ് നിധി പോവാൻ തുടങ്ങുമ്പോഴേക്കും വീണ്ടും സുധീഷ് ഒരു നിമിഷം നിൽക്കുക, ഒരു കാര്യം എന്ന് പറയേ. എന്താണെന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കുക. ഇനി ബസ്സിൽ പോകുന്ന സമയത്ത് ആരെങ്കിലും നിധിയുടെ ദേഹത്ത് തട്ടുകയോ മുട്ടുകയോ വല്ലതും ചെയ്താ അപ്പോൾ തന്നെ എന്നെ വിളിച്ചേക്കണം, ഞാൻ വന്ന് അവനെ ശരിയാക്കിക്കോളാം എന്ന് സുധീഷ് പറയുമ്പോഴേക്കും, എന്താ സുധീഷ് ഇത്, അവിടെ എൻ്റെ അച്ഛനായിരുന്നു ടോർച്ചർ ചെയ്തിരുന്നത്, അച്ഛൻ എന്നെ എങ്ങോട്ടും അനങ്ങാൻ സമ്മതിക്കില്ലായിരുന്നു, എങ്ങോട്ട് തനിച്ചു പോയാലും ഇതുപോലെ വിളിച്ച് ശല്യം ചെയ്യുമായിരുന്നു, അച്ഛൻ്റെ കയ്യിൽ നിന്ന് എസ്കേപ്പായി വന്ന് സുധീഷിന് മുന്നിൽ തലവെച്ചതുപോലെ ആയാലും അച്ഛനേക്കാളും അധികം ടോർച്ചർ ചെയ്യുന്നു, ഞാൻ ശ്രദ്ധിച്ചോളാം സുധീഷേ എന്ന് പറഞ്ഞ് സുഭാഷേട്ടനോടും ഹരീഷിനോടും ബൈ പറഞ്ഞ് നികേഷിനെ വിളിച്ചോണ്ട് പോവുകയാ നിധിയും. സുധീഷും ടെൻഷനോടെ അവൾ പോകുന്നത് നോക്കി നിന്ന്, എനിക്ക് ബൈ ഇല്ലേ എന്ന് പറയുന്നത് കേൾക്കെ ഹരീഷും അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാ. സുഭാഷും നിധിക്ക് ബൈ പറഞ്ഞ് പോവാൻ തുടങ്ങുന്നേരം തന്നെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഹരീഷിന്റെ തലക്കിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് സുധീഷും. തലക്കടിക്കരുതെന്ന് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കേ. നീ എന്തിനാ ഇങ്ങനെ ആ ഹഹാ എന്ന് പൊട്ടി ചിരിക്കുന്നേ, നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ എന്ന് സുധീഷും. പിന്നെന്ത് ചെയ്യാനാ, ഏടത്തിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടും സുധീഷ് ഏട്ടൻ വീണ്ടും ഏട്ടത്തിയോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ചിരി അടക്കാനായില്ലെന്ന് ഹരീഷും. എല്ലാം എനിക്കറിയാം, നീ വേഗം കഴിച്ച് ജോലിക്ക് പോവാൻ നോക്കുന്ന സുധീഷ് ദേഷ്യത്തോടെ പറയേ. രാവിലെ തന്നെ രണ്ടും കൂടി അടിയുണ്ടാക്കുകയാണോ, ഇത്ര സമയമായിട്ടും ഞാൻ ഫുഡ് പോലും കഴിച്ചില്ല, അടിയുണ്ടാക്കാതിരിക്കെ എനിക്ക് നിങ്ങളെ തടുക്കാനുള്ള ശക്തിയൊന്നുമില്ല, അടിയുണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിറങ്ങി പോകുമെന്ന് സുഭാഷേട്ടൻ പറയേ. സുധീഷും സുഭാഷേട്ടന്റെ അരികിലേക്ക് ചെന്ന് തന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് കാശെടുത്ത് സുഭാഷേട്ടന് നേരെ നീട്ടി, സുഭാഷേട്ടാ ഇതെടുത്തു വെക്കെന്ന് പറയുക. എന്തിനാണെന്ന് സുഭാഷ് ചോദിക്കേ. ബാത്റൂം ഉണ്ടാക്കാനും ചിലവുകളൊക്കെ ഉണ്ടല്ലോ, ഇത് പിടിക്കെന്ന് പറഞ്ഞ് സുധീഷും ആ ക്യാഷ് സുഭാഷേട്ടന്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുക. സുഭാഷും അത് നോക്കിക്കൊണ്ട്, ഇതെന്താടാ നിറയെ ഉണ്ടല്ലോ എന്ന് ചോദിക്കേ. അത്രയ്ക്കൊന്നുമില്ല സുഭാഷേട്ടാ, ഒരു 10,000 രൂപയുണ്ട്, ഇപ്പൊ ഇത് വെച്ചേക്ക്, ബാക്കി പിന്നെ തരാം എന്ന് പറയേ. അതെല്ലാം ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞതല്ലേ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കുന്ന ഹരീഷും, സുഭാഷേട്ടാ സുധീഷേട്ടന്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടുന്നത് തന്നെ വലിയ കാര്യമാ, വേണ്ടെന്ന് പറയാതെ പെട്ടെന്ന് അത് എടുത്തു വെക്കാൻ നോക്ക് എന്നവൻ പറയുന്നത് കേൾക്കെ സുധീഷും ദേഷ്യത്തോടെ, സുഭാഷേട്ടനെ വീട്ടു ചിലവിനുള്ള കാശും താൻ കൊടുക്കാറുണ്ടെന്ന് സുധീഷും പറയുകയാ. സുഭാഷും അവനെ തടഞ്ഞ് അത് വിട്ടേക്കട, വെറുതെ ഇരിക്കട ഹരീഷ എന്ന് അവനെയും വഴക്ക് പറയുന്നുണ്ട്. അപ്പോഴാണ് സുധീഷ് സുഭാഷേട്ടനോടായി പറയുന്നത്, സുഭാഷേട്ടാ ഈ ക്യാഷ് ഞാൻ തന്നതാണെന്ന് സുഭാഷേട്ടൻ നിധിയോട് പറയണം എന്ന് പറയേ. സന്തോഷത്തോടെ അത് സമ്മതിക്കുന്നുണ്ട് സുഭാഷേട്ടനും. സുഭാഷും സന്തോഷത്തോടു കൂടി ആ കാശ് പൂജാ ഫോട്ടോയ്ക്ക് മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴേക്കും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹരീഷിനെ ഒന്ന് നോക്കിക്കൊണ്ട് എങ്ങനെ ഇവനോട് ഇക്കാര്യം പറയും എന്ന ആലോചനയോടെ ഒരു നിമിഷം നിന്ന് പതിയെ അവന്റെ അരികിലേക്ക് ചെന്നിരുന്ന് സ്നേഹത്തോടെ ഹരീഷേ ബ്രോ എന്ന് വിളിക്കുക. അത് കാണുന്ന സുഭാഷേട്ടനും, ഇപ്പോഴല്ലടാ നിങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കിയത്, അപ്പോഴേക്കും കൂടെ ഇരുന്ന് സ്നേഹിക്കുന്നു എന്ന് ചോദിക്കെ. എന്താ സുഭാഷേട്ട ഈ പറയുന്നത്, എന്ത് പറഞ്ഞാലും ഹരീഷ് നമ്മുടെ അനിയനല്ല, എന്താടാ മെല്ലെ കഴിച്ചോണ്ടിരിക്കുന്നെന്ന് സുധീഷ് ചോദിക്കെ. കഴിച്ചു കഴിഞ്ഞെന്ന് ഹരീഷും. എന്നാ പിന്നെ പെട്ടെന്ന് പോയി കൈ കഴുകിക്കോ, ഇല്ലെങ്കിൽ കല്യാണം വൈകുമെന്നാ പറയാ എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ. അങ്ങനെയാണോ എന്ന് ഹരീഷും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. സുധീഷും പറയുക, കണ്ടോ സുഭാഷേട്ടാ, സുഭാഷേട്ടന് മുന്നേ കല്യാണം റെഡിയാവണമെന്നാ ഇവന്റെ ആഗ്രഹം എന്നവനെ കളിയാക്കി പറയേ. എന്നാ പിന്നെ ഞാൻ കൈ കഴുകുന്നില്ല, തുടയ്ക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്നൊരു തോർത്തുമുണ്ടെടുത്ത് തുടയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും എന്താ ഹരീഷ നീ ചെയ്യുന്നെന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് വെച്ച് ആദ്യം പോയി കൈ കഴുകിടാന്ന് സുഭാഷേട്ടൻ പറയും. ഹരീഷും എന്തൊക്കെയോ പെരുവിറുത്തുകൊണ്ട് കൈ കഴുകാനായി പോവുകയാണ്. അവിടെ ഇരിക്കുന്ന സുധീഷിനോടായി നീ ജോലിക്ക് പോകുന്നില്ലെന്ന് സുഭാഷേട്ടൻ ചോദിക്കുക. ഇപ്പൊ പോകുമെന്ന് സുധീഷും പറയുന്നുണ്ട്.
സുഭാഷ് അവൻ കൊടുത്ത ക്യാഷ് എടുത്ത് എണ്ണി നോക്കുമ്പോഴേക്കും സുഭാഷേട്ടാ അതെല്ലാം കറക്റ്റ് തന്നെയാ, എണ്ണി നോക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് സുധീഷും. അതുകൊണ്ടല്ലടാ, ആര് ക്യാഷ് തന്നാലും നമ്മൾ അതൊന്ന് എണ്ണി നോക്കണം. എക്സ്ട്രാ ക്യാഷ് വല്ലതും ഉണ്ടെങ്കിലോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും കൈ കഴുകി ഹരീഷും അങ്ങോട്ടെത്തുകയാണ്. സുധീഷും പെട്ടെന്ന് എഴുന്നേറ്റ് അവന്റെ അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും അവനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ഹരീഷ് പോവാനായി തുടങ്ങുന്നുണ്ടെങ്കിലും സുധീഷ് ചിരിയോടെ അവനെ പോവാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്തുകയാ. എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ഹരീഷ് ചോദിക്കേ. അതെ, നിധിക്കൊരു വണ്ടി വാങ്ങണം. എത്ര ക്യാഷ് ആവുമെന്ന് സുധീഷ് ചോദിക്കേ. അത് കേൾക്കുന്ന സുഭാഷേട്ടനും വണ്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ സുഭാഷേട്ടാ, എന്നെ ഡ്രോപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല. അവൾ ബസ്സിൽ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് സുധീഷ് പറയേ. അതിനേടത്തി തനിച്ചു പോയി വരാമെന്നല്ലേ പറഞ്ഞത്? സുധീഷേട്ടനല്ലേ അവരെ ശല്യം ചെയ്ത് പുറകെ പോകുന്നതെന്ന് ഹരീഷ് ചോദിക്കേ. അതെല്ലാം എനിക്കറിയാം, നീ ഏതേലും വണ്ടി ഉണ്ടോന്ന് പറ എന്ന് സുധീഷും. ഒരു സ്കൂട്ടി വാങ്ങിക്കൊടുത്ത അവൾക്ക് അവളുടെ ഇഷ്ടത്തിനോടിച്ച് പോകാമല്ലോ എന്ന് സുധീഷ് സുഭാഷേട്ടനോടായി പറയുമ്പോഴേക്കും സുഭാഷേട്ടാ, അതിന് വണ്ടി വാങ്ങിക്കാൻ ഇയാളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. ഏയ്, അതെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് ഹരീഷിനോടായി പറഞ്ഞ് സുഭാഷേട്ടാ, ഇവനോട് വണ്ടിക്ക് എത്രയാവുമെന്ന് പറ എന്ന് സുധീഷ് പറയേ. ഹരീഷെ, ഒരു 50,000 മതിയാവുമോ എന്ന് സുഭാഷേട്ടനും ചോദിക്കുന്നുണ്ട്. എന്ത് സുഭാഷേട്ട ഈ പറയുന്നത്? 50,000മോ? എല്ലാം കൂടി ചേർത്ത് നല്ലൊരു വണ്ടിക്ക് 1.5 ലക്ഷം രൂപയാകും എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ അമ്പരപ്പോടെ 1.5 ലക്ഷമോ എന്ന് സുധീഷും. സാറൊരു ഡ്രൈവർ അല്ലേ, വണ്ടികളെ പറ്റിയൊന്നും അറിയില്ലേ എന്ന് ഹരീഷ് കളിയാക്കി ചോദിക്കേ. ഞാൻ എന്താ നിന്റെ പോലെ 2 വീലർ എടുത്തിട്ടുണ്ടോ? കാറല്ലേ ഞാൻ ഓടിക്കുന്നത്. കാറുകളെ പറ്റി എന്നോട് ചോദിച്ചു നോക്ക്, മണി പോലെ ഞാൻ പറയാം. 2 വീലറിനെ പറ്റി എനിക്കെന്താ അറിയാനാ? ഹരീഷെ, ശരിക്കും 1.5 ലക്ഷം ആവുമോ എന്ന് സുധീഷും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. സുധീഷെ, അതിനെ നിധിക്ക് വണ്ടി ഓടിക്കാൻ അറിയാമെന്ന് സുഭാഷ് ചോദിക്കേ. അതറിയാത്തതായി ആരാ ഉള്ളത്? അവൾക്കൊരു നല്ല വണ്ടി വാങ്ങി കൊടുക്കണം. അവൾ നല്ല സന്തോഷത്തോടെ ജോളിയായി പോണം. അവൾക്കൊരു കാർ വാങ്ങിച്ചു കൊടുക്കണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇപ്പോൾ അതിന് വഴിയില്ല. തൽക്കാലം ഒരു 2 വീലർ വാങ്ങിക്കൊടുക്കാം, പിന്നെ കുറച്ചു കഴിഞ്ഞ് ഒരു കാർ വാങ്ങിക്കൊടുക്കാം എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ സ്വപ്നം ആർക്ക് വേണമെങ്കിലും കാണാലോ. കയ്യിൽ ക്യാഷ് ഉണ്ടോ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ സുഭാഷേട്ടനും നമുക്കൊരു സെക്കൻഡ്സ് വണ്ടി വാങ്ങിച്ചു കൊടുത്താലോ എന്ന് സുധീഷിനോടായി ചോദിക്കുന്നുണ്ടെങ്കിലും സുധീഷ് ഏട്ടാ, നിധിക്ക് സെക്കൻഡ്സ് ഒന്നും വേണ്ട, പുതിയതൊന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് സുധീഷും. സെക്കൻഡ്സ് എന്നാൽ അത്ര പഴയതൊന്നുമല്ല, കുറച്ചു കാലം ഓടിച്ചതൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള നല്ല കണ്ടീഷൻ ആയിട്ടുള്ള ഒരു വണ്ടി നോക്കിയാലോ. ഹരീഷിന്റെ അടുത്ത് അങ്ങനെയുള്ള വണ്ടികളെല്ലാം ധാരാളം വരാറുണ്ട്. ആദ്യം നമുക്ക് അങ്ങനെയൊന്ന് വാങ്ങിക്കൊടുക്കാം, പിന്നീട് പുതിയതൊന്ന് വാങ്ങിച്ചു കൊടുക്കാം. നമ്മുടെ ഹരീഷ് ഓടിക്കുന്ന ബൈക്കും സെക്കൻഡ്സ് ആണല്ലോ എന്ന് സുഭാഷേട്ടൻ പറയേ. സുധീഷും മനസ്സില്ല മനസ്സോടെ അത് സമ്മതിക്കുക. ഹരീഷെ, ലേഡീസ് ഓടിക്കുന്ന ടൈപ്പ് സ്കൂട്ടിയെല്ലാം സെക്കൻഡ്സിൽ വന്നാൽ ഒന്ന് പറയണേ എന്ന് സുഭാഷ് പറയേ. പറയാമെന്ന് ഹരീഷും സമ്മതിക്കുക. അതുകൾക്ക് സുധീഷും പറയുന്നുണ്ട്. ഹരീഷെ നോക്ക്, വണ്ടി കണ്ട പുതിയതുപോലെ ഇരിക്കണം, സ്ക്രാച്ച് ആയതോ ഡാമേജ് ആയതോ ഒന്നും വേണ്ട എന്ന് സുധീഷേട്ടൻ പറയുന്നത് കേൾക്കെ. എന്താ സുധീഷേട്ടാ, ഏടത്തിക്കൊരു വണ്ടി വാങ്ങുമ്പോൾ മോശപ്പെട്ടത് വാങ്ങാൻ പറ്റില്ലല്ലോ, ഞാൻ നോക്കിക്കോളാം എന്നവൻ പറയേ. ദേഷ്യപ്പെടാതെ ഹരീഷെ, ഇത് നോക്ക്, വണ്ടി കണ്ട നല്ല പുതിയതുപോലെ സൂപ്പറായിരിക്കണം. കുറച്ച് കിലോമീറ്റർ ഓടിയത് മതി, പക്ഷേ വില കുറച്ച് കുറഞ്ഞത് മതി, മനസ്സിലായോ എന്ന് ചോദിക്കേ. ഹരീഷും ദേഷ്യത്തോടെ അവനെ നോക്കി നിൽപ്പ. സുഭാഷും പറയുന്നുണ്ട്. സുധീഷെ, ഇതൊന്നും നീ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അവൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞതല്ലേ, അവൻ നല്ലത് മാത്രമേ നോക്കൂ എന്ന് പറയേ. സുഭാഷേട്ടാ, അപ്പോ വണ്ടി വാങ്ങിയതിനു ശേഷവും ഇത് എന്റെ ഐഡിയ ആണെന്ന് സുഭാഷേട്ടൻ നിധിയോട് പറയണം, അല്ലാതെ ഏട്ടൻ അനിയത്തിക്ക് വാങ്ങിക്കൊടുത്തതാണെന്ന് പറയരുത് എന്ന് പറയേ. ചിരിയോടെ അത് സമ്മതിച്ച് തലകുലുക്കി അകത്തേക്ക് പോവുകയാണ് സുഭാഷും. ഹരീഷെ, നീ നല്ല വണ്ടി നോക്കി പറയണേ എന്ന് സുധീഷ് പറയേ. ഇവിടെ നിന്ന് സുധീഷേട്ടൻ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് മനസ്സിൽ പറഞ്ഞ് താഴെ അത് ഒരു 100 രൂപ വീണ് കിടക്കുന്നു. നോക്കെന്ന് പറയുമ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് നോക്കേ. ഹരീഷും പെട്ടെന്ന് തന്നെ അവിടെ നോടി രക്ഷപ്പെടുന്നുണ്ട്. അത് കണ്ട് സുധീഷും, ഏയ് ഹരീഷേ, എസ്കേപ്പായോ? വണ്ടി നല്ല സൂപ്പർ ആയിരിക്കണം കേട്ടോ എന്ന് വിളിച്ച് പറയുകയാ. ഇത്രയുമാണ് ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.